ലോകം ഉള്ളു തുറന്ന് സംസാരിക്കുന്നവനെ വെറുക്കും, ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നവനെ സ്നേഹിക്കും. കുത്തേറ്റത് പിറകിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കുത്ത് കിട്ടിയതിനേക്കാൾ വേദന കുത്തിയത് ആരെന്ന് അറിയുമ്പോഴാണ്. നമ്മുടെ അനുഭവങ്ങളൊക്കെ തീക്കനലുകൾ പോലെയാണ്. കത്തുകയുമില്ല, കെട്ടുപോകുകയുമില്ല. നീറി നീറി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതം എപ്പോഴും തിരക്കൊഴിയാത്ത ഒരു നിരത്ത് പോലെയാണ്. പുതിയ യാത്രക്കാർ വരുന്നു, പഴയവർ നമ്മുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു പോകുന്നു. അളവറിയാതെ സ്നേഹിച്ചാൽ അവഗണിക്കപ്പെടും. അധികം ഒരാളെ വിശ്വസിക്കാൻ പോയാലോ ചൂഷണം വരുന്ന വഴി അറിയുകയുമില്ല. അറുതിയില്ലാതെ സഹായിക്കാൻ പോയാലോ മുതലെടുപ്പുകൾക്ക് മാത്രം മിച്ചം. പിരിഞ്ഞു പോയവരോടോ ഒറ്റപ്പെടുത്തി അകന്നുപോയവരോടോ പരാതിയൊന്നും വേണ്ടെന്നേ. ജനിച്ചതും വളരുന്നതും മരിക്കുന്നതും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കല്ലേ. പിന്നെ ആരൊക്കെയോ അതിനിടെ കൂടെ കൂടുന്നുവെന്ന് മാത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ യാചനകൾ നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.